എന്തിനാണ് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ നേവൽ ആർമിയും ഒരുങ്ങുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് നേരത്തെ ഒരുങ്ങുകയാണ്. രാജ്നാഥ് സിംഗ്, അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രി, 5 വർഷത്തേക്കുള്ള യുദ്ധത്തിനായി നിങ്ങൾ തയ്യാറാകൂ എന്നൊക്കെ വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഉപേന്ദ്ര ദ്വിവേദി, നമ്മുടെ കരസേനാ മേധാവിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അനിൽ ചൗഹാൻ, നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ്, അദ്ദേഹം ഇന്ത്യൻ സമാധാനം വേണമെങ്കിൽ യുദ്ധം വേണമെന്നുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവരെല്ലാം കൂടെ സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഇതാ ഇന്ത്യൻ നേവി എന്തിനൊക്കെ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ വലിയ ഒരുക്കം തന്നെ അണിയറയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനായി 1 ലക്ഷം കോടി രൂപ ചിലവിൽ ഇപ്പോൾ നേവി വലിയ ഒരു നീക്കം നടത്തുകയാണ്. എന്താണതെന്ന് നോക്കാം. ഒരു സമുദ്ര സൂപ്പർ പവറായി മാറാനാണ് ഇന്ത്യ ഇതിലൂടെ തയ്യാറെടുക്കുന്നതെന്ന് പറയുന്നു. അടുത്ത വർഷം മധ്യത്തോടെ 9 അന്തർവാഹിനികൾ, അതായത് സബ്മറൈനുകൾ വാങ്ങാനായി 1 ലക്ഷം കോടിയിലധികം രൂപയുടെ 2 കരാറുകളിൽ സർക്കാർ അന്തിമ രൂപം നൽകിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ കരാർ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ക്രമേണ വർദ്ധിപ്പിക്കുകയും ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സമുദ്ര പ്രവർത്തനങ്ങൾ നേരിടാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ആദ്യ കരാർ നമ്മൾ ഫ്രാൻസുമായിട്ടായിരുന്നു. അതിൽ 3 സ്കോർപിയൻ അന്തർവാഹിനികൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. സർക്കാർ കമ്പനിയായിട്ടുള്ള മസ്ഗാവ് ഡോക്ക് ലിമിറ്റഡും ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായിട്ടുള്ള നേവൽ ഗ്രൂപ്പും സംയുക്തമായി ഈ അന്തർവാഹിനികൾ നിർമ്മിക്കും. ഏകദേശം 36,000 കോടി രൂപയുടെ ഈ കരാറിന് പ്രതിരോധ മന്ത്രാലയം 2 വർഷം മുമ്പാണ് അംഗീകാരം നൽകിയത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ കരാർ അന്തിമമാകുന്നതിൽ കാലതാമസം ഉണ്ടാകുകയായിരുന്നു. 6 സ്റ്റെൽത്ത് അന്തർവാഹിനികൾ വാങ്ങാൻ ജർമ്മനിയുമായി കരാർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാന പദ്ധതിയാണ് ഈ പ്രോജക്റ്റ് 75 എന്ന് പറയുന്നത്. ഇന്ത്യ P75 പ്രകാരമാണ് ഇതിൽ 6 ഡീസൽ ഇലക്ട്രിക് സ്റ്റെൽത്ത് അന്തർവാഹിനികൾ വാങ്ങുന്നത്. ഏകദേശം 65,000 കോടി രൂപയുടെ ഈ കരാർ ജർമ്മൻ കപ്പൽ നിർമ്മാണ കമ്പനിയായിട്ടുള്ള തൈസൽസ് മറൈൻ ഡിസ്റ്റംസ് എന്ന ഗ്രൂപ്പിനാണ്. മസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 64,000 കോടി രൂപയ്ക്ക് 26 റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു കരാറും ഇപ്പോൾ ആയി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.